ഭാഗം 1 പകൽക്കിനാവ്. നജീബേ നജീബേ, മോൻ എഴുന്നേൽക്ക്, സുബഹി ബാങ്ക് കൊടുത്തു. നജീബ് പെട്ടെന്ന് ഉറക്കമുണർന്നു. ഉമ്മ, അതാ ഞാൻ എഴുന്നേറ്റു. അവൻ്റെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് വുളു എടുത്ത് നമസ്കരിച്ചു. രാവിലത്തെ കട്ടൻ ചായ അവൻ നിർബന്ധ. ചായം കുടിച്ച് അവൻ്റെ സൈക്കിൾ എടുത്ത് പത്രം എടുക്കാൻ പോയി. അവൻ്റെ ആദ്യ പണി പത്രം ഇടലാണ്. വീടുകൾ തോറും അവൻ പത്രം ഇട്ടുകൊടുത്തു. പക്ഷേ അവനറിയാതെ അവനെ ശ്രദ്ധിക്കുന്ന ഒരു സുന്ദരിക്കുട്ടി ഉണ്ടായിരുന്നു. എന്നും മുടങ്ങാതെ അവൻ്റെ വരവിനായി അവൾ കാത്തിരിക്കും. നജീബിൻ്റെ ഉപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഉമ്മയാണ് അവനെ നോക്കിയത്. വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് അവന് 10ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തേണ്ടി വന്നു. അന്നു മുതൽ തൻ്റെ കുടുംബം നോക്കാനായി ഇറങ്ങിയതാണ് അവൻ. ഇപ്പോൾ 25 വയസ്സായി നജീബിന്. അവർക്കൊരു ചെറിയ വീട് പണിയുന്നുണ്ട്. അതിനായി പൈസ ഒരുപാട് ആവശ്യം വന്നപ്പോൾ നജീബിൻ്റെ ഉമ്മ തൊട്ടടുത്ത ആലിഹാജിയുടെ വീട്ടിൽ വീട്ടുപണിക്ക് പോകുന്നുണ്ട്. പക്ഷേ നജീബിന് അതിഷ്ടമല്ല. ഉമ്മാനെ പണിക്ക് പറഞ്ഞയക്കാൻ അവൻ തീരെ താല്പര്യമില്ല. പക്ഷേ ഉമ്മ ബുദ്ധിമുട്ട് കൊണ്ട് അവനൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ജോലിക്ക് പോവുകയാണ്. നജീബിന് പത്രമിടൽ കൂടാതെ വാർക്കപ്പണിക്ക് പോകൽ കൂടെ ഉണ്ട്. തൊട്ടടുത്ത രവിയേട്ടൻ്റെ കൂടെയാണ് അവൻ പണിക്ക് പോകുന്നത്. നജീബിൻ്റെ ഓരോ ചലനവും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആ സുന്ദരി കുട്ടിയാണ് നമ്മുടെ കഥയിലെ നായിക. അവൾ ജനലിൻ്റെ മറവിലൂടെ അവനെ എത്തി നോക്കും. പക്ഷേ ഇതൊന്നും നജീബ് അറിയില്ലായിരുന്നു. നമ്മുടെ സുന്ദരി കുട്ടി ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ആലത്തൂരുള്ള വുമൻസ് കോളേജിലാണ് അവൾ പഠിക്കുന്നത്. ഇന്ന് നജീബിന് ബസ് സ്റ്റോപ്പിലാണ് എതിരെയുള്ള സ്ഥലത്താണ് പണി. അവിടെ ഒരു പടുകൂട്ടൻ കൊട്ടാരം പോലത്തെ വീടാണ് പണിയുന്നത്. പതിവ് പോലെ അവൾ കോളേജിൽ പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയതമൻ. അവൻ അറിയാതെ അവനെ പലവട്ടം അവൾ നോക്കി. ബസ് വരുന്നവരെ അവനെ നോക്കി നിന്നു. പക്ഷേ നമ്മൾ നജീബ് പണിയുടെ തിരക്കിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ പ്രണയം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. 5ാം ക്ലാസ്സിൽ നിന്നും തുടങ്ങിയതാ. 2 പേരും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും തന്നെ സ്നേഹിക്കുന്ന ആ സുന്ദരിക്കുട്ടിയെ അവൻ കണ്ടില്ലായിരുന്നു. ആരും അറിയാതെ ആ സ്നേഹം ഇന്നും അവൾ തൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു. ഒരു നാൾ അവർ അറിയും. പക്ഷേ അവൻ തൻ്റെ സ്നേഹം തുറന്ന് പറയാൻ അവൾക്കൊരു ചമ്മൽ, പിന്നെ ഒരു പേടിയും. തന്നെ അവൻ സ്വീകരിക്കുമോ എന്നുള്ള ഭയം, കുടുംബത്തിൽ അതൊരു പ്രശ്നമാകുമോ എന്നുള്ള ഭയം. ഇതെല്ലാം അവളെ തൻ്റെ സ്നേഹം പറയാതെ ഉള്ളിലൊതുക്കാൻ പ്രേരിപ്പിച്ചു. തൻ്റെ സ്നേഹം ഉള്ളിലൊതുക്കാൻ ആയിരിക്കും അവളുടെ വിധി. ഇതൊന്നും അറിയാതെ നജീബിൻ്റെ ജീവിതം മുന്നോട്ട് തുടരും. അടുത്ത ഭാഗം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതുവരേക്കും ബായ്.